ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ ഇന്ന് ഒരു കൗതുകമുള്ള നടിയിലാണ്. പച്ചക്കറിയാണ് നടാൻ പോകുന്നത്. ഞാൻ എവിടെയാണ് നടാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് നടാൻ പോകുന്നതൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്കും അങ്ങനെ നടാൻ തോന്നും. സ്ഥലമില്ലാത്തവർക്കും ഒക്കെ ബെസ്റ്റ് ഐഡിയ ഞാനിന്ന് നടാൻ പോകുന്ന പച്ചക്കറി ഏതാണെന്ന് പറയട്ടെ. പാവക്ക. ഞങ്ങളിവിടെ കൈപ്പക്ക എന്നൊക്കെ പറയും കേട്ടോ. പാവൽ, പാവക്ക, പല പേരുണ്ട്. നിങ്ങളെ ഭാഗത്ത് വേറെ പേരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഞാനിന്ന് എൻ്റെ കൈപ്പക്ക മുളച്ച് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. അത് ഞാൻ മോഡലായിട്ട് നടാൻ പോവുക കേട്ടോ. നമുക്ക് കാണാലോ. ഞാൻ നടാൻ പോകുന്നത് സിമൻറ്റ് ചാക്കല്ല, ഗ്രോ ബാഗല്ല, പിന്നെ പോട്ടുമല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയൊന്നുമല്ല. ഇതാ ഒരു കുപ്പി. ഈ കുപ്പി ഇപ്പം വലിയ വൃത്തിയൊന്നും നോക്കണ്ട, കാരണം ഒരിക്കലും ഇതിൽ നട്ട് കഴിഞ്ഞതാണ്. നട്ട് ഒഴിവാക്കി തേച്ചിക്കിട്ട് കുറച്ച് കറകൾ ഇതുണ്ട്, സാരമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ വൃത്തിയില്ലാതൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ ഞാൻ കുപ്പി എടുത്ത് ഹോൾസിനാദ്യം ഉള്ളതാണ്, ഹോൾസ് ഉണ്ടാക്കി എല്ലാം ചെയ്ത് കുറച്ച് വലിയ കുപ്പിയാണ്. ഈ കുപ്പിയാകുമ്പോൾ ഒന്നും പൊട്ടിപ്പോകുന്നുള്ള പേടി വേണ്ട. ഞാൻ അടിയിൽ പിന്നെ ചകിരിട്ട്, ഇന്നലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഞാനിത് ബെഡിൻ്റെ ചകിരിയാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഉപകാരം പറഞ്ഞത്, അവരിനി ഇതിങ്ങനെ ചെയ്യൂ, ഇനി കത്തിക്കൂര, എൻ്റെ കത്തിച്ച് പോയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെൻ്റെ ബെഡ് പൊളിച്ച ചകിരിയാണ്, അതുകൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ, അത് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ എടുത്തു പറയുന്നത്. ചകിരി ഇട്ടില്ലെങ്കിൽ എന്താ അറിയോ, നമ്മളെ ഈ പോട്ടി മിക്സ് ഇല്ലേ, അതിങ്ങനെ ഒലിച്ച് പോകുമ്പോൾ ഈ ഹോൾസ് അങ്ങ് അടഞ്ഞു പോകും. ഹോൾസ് അടഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമില്ലേ, വെള്ളം അവിടെ കെട്ടി നിന്നാൽ നമ്മൾ നടുന്ന ചെടീൻ്റെ വേര് ചീഞ്ഞ് പോയിട്ട് അത് ചെടി നശിച്ചു പോകും. അപ്പം നമുക്ക് തുടക്കം തന്നെ നമ്മൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പേടിക്കണ്ട. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കണ്ട. ഗ്ലൗസ് ഒരു സുരക്ഷിതം തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കണ്ട. പിന്നെ ഞാൻ നടുപോലെ നടുന്നവരാണല്ലോ കുറേ പേര്. അപ്പോൾ എനിക്കൊരു ധൈര്യക്കുറവ്, ഗ്ലൗസ് ഇടാണ്ട് അങ്ങനെ നിന്നിട്ടേ ഒരു മണ്ണിടുക. കുറച്ച് മണ്ണിടുക, കൂടുതലൊന്നും വേണ്ട. അത് ഇതിങ്ങനെ തൂങ്ങി കിടക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വെയിറ്റ് ഒന്നും വേണ്ട. ഇനി ഞാൻ കൂടുതലായിട്ട് ചപ്പാടാൻ പോകുന്നത് കേട്ടോ. ഞാൻ കൊണ്ടുവരട്ടെ. ചപ്പ് ഏതാ അറിയോ? ചപ്പ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയുന്നില്ല. ചപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ക് അവിടെ ചപ്പ് എന്ന് പറയുക. കുറേ പേർക്ക് അത് അറിയില്ല. ഇത് ശീമക്കൊന്നയാണ്. ശീമക്കൊന്ന നൈട്രജൻ്റെ ഒരു കലവറയാണ്. അപ്പോൾ നമുക്ക് ഏത് ചെടി നട്ടാലും നല്ല കരുത്തിൽ വളർന്നോളും. പിന്നെ ഈ ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ ഒരു കീടനാശിനിയും കൂടെ. അപ്പം വേര് ചീച്ചിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ശീമക്കൊന്ന നമ്മൾ ചെടിമേൽ അങ്ങ് വെട്ടിയെടുത്താൽ നമ്മൾ പേടിക്കേണ്ട. മഴക്കാലാണ് ഒരു ശാഖയെ വെട്ടുന്ന വെച്ചാൽ 10 ശാഖകൾ ഇപ്പുറം അങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ ഗുണമുണ്ട് മഴക്കാലത്ത്. അങ്ങനെ എന്താ ഞാനിട്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് മണ്ണ്. ഞാൻ എപ്പം പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിനൊരു മാജിക് ഉണ്ട്. നമ്മൾ എന്ത് ഇടുന്നോ പൊട്ടി മിക്സ് അതെല്ലാം പെട്ടെന്ന് കമ്പോസ്റ്റാക്കും. ഇതിൽ സൂക്ഷ്മജീവികളുണ്ട്, നല്ലതുണ്ട് ചീത്തയുണ്ട്. ഈ നല്ല ജീവികൾ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി മാറ്റിക്കോളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഇടുന്നില്ലേ, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് കമ്പോസ്റ്റായി കഴിഞ്ഞ് ഇത് മണ്ണ് വളമായി മാറിക്കഴിഞ്ഞാൽ ഇതിലുള്ള മൊത്തം മണ്ണ് പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറച്ചില്ലെങ്കിൽ ചെടികൾക്ക് നെട്ടോട്ടോടാനുള്ള സോഫ്റ്റ് മണ്ണാവുമല്ലോ. ഓടി വേര് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എളുപ്പമാവും പെട്ടെന്ന് വലിച്ചെടുക്കുക. പിന്നെ അത് പാറ പോലെയാണ് മണ്ണ് വെച്ചെങ്കിൽ ഓടാനാവൂല വേരുകൾക്ക്. അപ്പം പിന്നെ ചെടി മുരടിച്ചു. അപ്പോൾ അമ്മക്ക് തന്നെ ദേഷ്യം വരും, നട്ടുപിടിപ്പിക്കുക, ഇതെന്താ വളരാത്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചപ്പിട്ട് കൊടുത്താൽ ആ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കരിയില ഇടും കേട്ടോ. ഇതിൽ വളരെ കുറച്ച് മണ്ണേ ഇടുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൂക്കിയിടലാണ്, നിലത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത്. ഇനി ഞാൻ ഇടുന്നത് എൻ്റെ പവർഫുൾ കരിയില കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ മാസങ്ങളൊക്കെ ആയ കരിയില കമ്പോസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം ഇന്ന് എന്നോട് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞാണ്,
അവർ കരിയില കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ശ്രദ്ധിച്ചുണ്ടാക്കും പോലും. അങ്ങനെ ഒരു ദിവസം അവർ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇട്ടു, തിരക്കുകൊണ്ട് അങ്ങ് ഇട്ടു പോയി. അതങ്ങ് ഇട്ടതേ ഓൽക്ക് ഓർമ്മയുള്ളൂ. രണ്ടാം ദിവസം ആ ചാക്ക് വലിച്ച് കീറി പെരിച്ചായൊക്കെ എലിയും വന്ന് നശിപ്പിച്ച് കളഞ്ഞു. സങ്കടമായി. ഞാൻ പറയാം, എനിക്കും അത് കേട്ട എനിക്കും സങ്കടമായി. കാരണം നമ്മൾ ഇത് ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പെരിച്ചായ എലി മണം പിടിച്ചെടുക്കും ഉറപ്പാണ്. ഈ വറവിട്ടതിൻ്റെതോ അല്ലെങ്കിൽ ചിക്കൻ്റെതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് വലിച്ചു കീറിക്കളയും. നമ്മളെ കമ്പോസ്റ്റൊന്നും ഓൽക്കൊന്നുമല്ല. എലി ഒരാൾ കൊണ്ട് വന്ന് കുടുംബക്കാരെ മൊത്തം കൊണ്ട് കൊണ്ടുവരും, വെരി എന്നും പറഞ്ഞിട്ട്. ഒക്കെ ഞാൻ അനുഭവിച്ചോണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാ ഇപ്പോൾ ഇത്രയും പോട്ടി മിക്സ് ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ഇതൊരു വെയിറ്റ് പോലെ തോന്നുക നനവായിട്ട്. അപ്പം കരിയില കമ്പോസ്റ്റ് ഇടുമ്പോൾ പറഞ്ഞു വരുന്നത്, കരിയില കമ്പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മുറിച്ചിട്ടതല്ല, നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇട്ട് പോയാൽ ഇന്ന് അവർ പറഞ്ഞ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. ഞാനവിടൂല, ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ചക്കമടൽ വരെ മാന്താൻ പോകുന്നുണ്ട്. എന്താ ഞാനെല്ലാം ഇട്ട് കഴിഞ്ഞു. എൻ്റെ പോട്ടി മിക്സുകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞു. ഇനി പാവക്കൊരു ഉണ്ടാവണോ. ഇതിപ്പോൾ ജൂലൈ ആയില്ലേ, ജൂലൈ ആയി, ആഗസ്റ്റ് അടുത്ത മാസം ലാസ്റ്റാണ് നമുക്ക് ഓണത്തിലേക്കാവാൻ പ്രയാസമല്ലേ. ഓണത്തിലേക്ക് പലതും നട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഓണത്തിലേക്കൊക്കെ റെഡിയായോ? എന്താ നിങ്ങളെ വർത്താനം? ഇനിയാണ് ഞാൻ എൻ്റെ പാവക്കൻ്റെ തൈ കൊണ്ടുവരട്ടെ കേട്ടോ. എന്താ പോട്ടി മിക്സ് ഇത്രയേ ഉള്ളൂ. അടിയിൽ ചകിരി ഇട്ട്, പിന്നെ കുറേ ചപ്പിട്ട്, കുറച്ച് മണ്ണിട്ട്, കരിയില കമ്പോസ്റ്റ് ഇട്ട്, ഇനി മേലെ മണ്ണിട്ട്. ഇനി ഞാൻ എൻ്റെ തൈ കൊണ്ടുവരട്ടെ കേട്ടോ. കൈപ്പക്ക തൈ. ഇതാണ് എൻ്റെ പാവക്ക തൈ മുളപ്പിച്ച് ആളാക്കി മണ്ണോടുകൂടി അടിയോടുകൂടി കോരിക്കൊണ്ടുവന്ന കേട്ടോ. എനിക്ക് വിത്ത് കിട്ടിയ എവിടുന്നാണെന്നറിയോ? മുട്ടിൽ സുഹറ എന്ന് പറഞ്ഞ ഒരാൾ, സുഹറ മുട്ടിലുള്ള, അവർ പിന്നെ നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ വിത്തും വിൽപ്പനക്കുണ്ട്. അങ്ങനെ വിത്ത് വിൽപ്പനക്കുണ്ട്, കൊറിയറായിട്ടൊക്കെ അയച്ചു തരും. അങ്ങനെ ഞാൻ ഓർഡർ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയതായത്. അപ്പോൾ നന്നാവുമെന്ന് വിചാരിക്കുന്നു. സുഹറ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുളച്ചിത്രയാക്കിയിട്ടോ. അവർ ഇപ്പം നഴ്സറി നടത്തുന്നത് കാരാപ്പുഴ ഡാമിൻ്റെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ ആ കാരാപ്പുഴ ഡാമിൽ പോകുന്നവർക്കൊക്കെ അവിടുന്ന് വാങ്ങാവുന്നതാണിത്. പ്രമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ പറയുക, നിങ്ങൾക്ക് ഇവിടുന്ന് വിത്ത് കിട്ടിയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ചോദിക്കാറുണ്ടല്ലോ. അവർ ഓൺലൈനിൽ അയച്ചു തരും, അഡ്രസ്സ് അങ്ങ് കൊടുത്താൽ. അപ്പോൾ ഞാൻ ഇത് നടാൻ പോവുക കേട്ടോ. ഇത് നട്ട് ഇത്രയും ആയതാ, ഇനി വേഗം അങ്ങ് ഉണ്ടായിക്കോളും. നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഷാറായിട്ടുണ്ടാവട്ടെ. 2 പോവൂലേ ഇതിൽ? എന്താ അഭിപ്രായം? ഞാൻ 2 നടുന്നുണ്ട്. കാരണം ഇഷ്ടം പോലെ പോട്ടി മിക്സൊക്കെ നിറച്ചിന്, കുറച്ച് വലിയതുമല്ലേ. ഇതാ അങ്ങനെ 2 വിജയകരമായിട്ട് ഞാൻ 2 നട്ട് കഴിഞ്ഞു. ഈ കുപ്പിയുടെ അടിയിൽ നന്നായിട്ട് ഹോൾസ് ഉണ്ട്, നല്ല ഹോൾസ് ഉണ്ട്. ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കയറിട്ടിട്ട് ഇങ്ങനെ നീളങ്ങനെ കെട്ടിത്തൂക്കുക. അപ്പോൾ ആ കയറിലൂടെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോയിക്കോട്ടെ. ഞാൻ സ്വപ്നം കാണുന്ന കേട്ടോ. അതൊക്കെ അങ്ങനെ പോവും, നിറയെ പൂവിടും, കായ പിടിക്കുന്നതൊക്കെ AI കാണിക്കില്ല. നട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നിറയെ കായ്. അതുപോലെ ഞാൻ മനസ്സ് കണ്ടു കഴിഞ്ഞു. ഇത് ഹൈബ്രിഡ് ആണെന്നാണ് സുഹറ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ ഇതിൻ്റെ വളർച്ച ഘട്ടം എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ ഇൻഷാ അല്ലാ. അങ്ങനെ ഞാൻ ഭംഗിയായിട്ട് നട്ട് കഴിഞ്ഞ് ഞാനൊരു കുപ്പിയിലൂടെ നടുന്നുണ്ട്. അത് ഞങ്ങളെ കാണിക്കുന്നില്ല, ഇതേപോലെ കേട്ടോ. ഇനി ഞാൻ കെട്ടിത്തൂക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ ഈ കുപ്പിയിലാണ് ഞാൻ നടാൻ പോകുന്നത്. ഹോൾസൊക്കെ ഇട്ട്, ഇവിടെ ഹോൾസൊക്കെ ഇട്ട് ഈ കുപ്പിയിലാണ് നടാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഇതിലും നടന്നത്. പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോ അങ്ങ് ലോങ് ആവാൻ. നടട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ 2 കുപ്പിയിലായിട്ട് നട്ടു. ഇത് ഞാൻ കാണിച്ചില്ല, നിങ്ങളോട് പറഞ്ഞല്ലോ കാണിക്കുന്നില്ല എന്നുള്ളത്. ഇതിട്ട് അതേ പൊട്ടി മിക്സ് തന്നെ ഇതിലും ഇട്ടത്. ഇനി നമുക്ക് ഇത് എവിടെ വെക്കുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി. അതാണ് കൗതുകം.
ഞാൻ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ പോട്ടി മിക്സ് ഇടുന്നതും നടുന്നതും നട്ട് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ നനയ്ക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നനയ്ക്കുന്നത് കാണിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഇവിടെ ഫുൾ ടൈം മഴയാണ്. ഇത് മഴയത്തുണ്ടാകുന്ന ഒരു ചെടിയും കൂടി. അപ്പോൾ മഴയത്താണ് വെക്കാൻ പോകുന്നത്. നനയ്ക്കുന്നത് കാണിക്കുന്നില്ല, വളത്തിൻ്റെ ഒക്കെ കാണിച്ചു. ഇനി ഇതിൻ്റെ കുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുപ്പി ഒരിക്കലും പൊട്ടൂര. ചൂടാക്കിയാൽ ഉരുകുന്നല്ലാണ്ട് ഒന്നും ആവൂര. നമ്മൾ വാങ്ങുന്ന പോട്ടിയോ അല്ല അതല്ല പോട്ട് അതൊക്കെ പൊട്ടുന്ന സൈസാണ്. മണ്ണ് നിറഞ്ഞത് അതൊക്കെ പൊട്ടുന്ന സൈസാണ്. പൊട്ടും, ഇതെല്ലാം പൊട്ടു, ഇത് പൊട്ടു. പക്ഷേ ഇത് ആ കേസ് ഇതിലില്ല. ഞാൻ സ്പോട്ട് തന്നെ അത് കഴുകും. ഇതെൻ്റെ പുറത്തുള്ള പൈപ്പും കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് വൃത്തിയൊന്നും നിങ്ങൾ അധികം പ്രതീക്ഷിക്കേണ്ട. ഇതെൻ്റെ കൃഷിയായിട്ടുള്ള സൗകര്യത്തിന് ചെയ്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്ലൗസൊക്കെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി അങ്ങ് വെക്കുകയാണെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ ഒരു സുഖമാണ്. ഇതൊന്നും വേണ്ട, ഇങ്ങനെ കൈകൊണ്ട് ഇട്ടിങ്ങനെ കഴിയാൽ മതി. കണ്ടോ, നമ്മൾ ചളികളൊക്കെ പോയി. ഉള്ളിലാണെങ്കിൽ വെള്ളം എത്തൂര. ഇത് പദ്ധതി വെള്ളം. ഈ വെള്ളം ഇതിൻ്റെ ഭാഗമൊക്കെ കൃഷിയാട്ടോ, കൃഷിയായിട്ട് ബന്ധപ്പെട്ടതല്ലോ. അങ്ങനെ ഞാൻ 2 ഹോൾസ്, ഇവിടെ ഒരു ഹോൾസും ഇവിടെ ഒരു ഹോൾസും ഉണ്ടാക്കിയിട്ട് ഒരു കയറിങ്ങനെ കിട്ടി. കയറ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇങ്ങനെ തൂക്കിയിടും നമ്മൾ. അപ്പോൾ ഈ പാവയ്ക്കൻ്റെ വള്ളി ഇതിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയിക്കോളും. കയറിപ്പോവണം എന്നാണ്. ഇങ്ങനെ കയറി തൂക്കിയിടും. അതിനത്ര നീളമുണ്ട്. അങ്ങനെ തന്നെ ഇതിനും 2 ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇല്ല ഇതങ്ങളാ കെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തൂക്കിയിട്ടാൽ നമുക്ക് തൂക്കിയിടാൻ പോകട്ടോ. ഈ കയറൊക്കെ ഞാൻ വാങ്ങി വെച്ചു. ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടായാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വെക്ക്. കുപ്പിയും ഫ്രീ ആണ്, കയറും ഫ്രീ ആണ്. പിന്നെ തൈ മാത്രം, വിത്തിന് മാത്രമേ പൈസ ഉള്ളൂ. ഇത് ഞാൻ ചെയ്യാത്തൊരു പച്ചക്കറിയാണ്. എനിക്കത് വിജയിക്കാറില്ല. അപ്പോൾ ഞാൻ ഹൈബ്രിഡ് വിത്തൊക്കെ വാങ്ങി അതിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കും അറിയാം എങ്ങനെ ആവുന്നുണ്ടെന്ന് നോക്കാം. ഇനി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവട്ടെ. ഇവിടെ നല്ല മഴയാണ്. ഞങ്ങളെ ഭാഗത്ത് മഴ ഉണ്ടോ? ഇപ്പോൾ ഒച്ച കേൾക്കുന്നുണ്ടോ? അത്രക്കും മഴയാണ്. ഇവിടെ കൊളുത്തി. കൊളുത്തുമ്പോൾ ഈ 2 കണ്ടോ, കാണുന്നില്ലേ? ഈ 2 വള്ളിമേലൂടെ ഇത് കയറിപ്പോവും. ഞാൻ വള്ളി യോജിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ 2 കയറ് വെച്ച് കെട്ടി കൊടുക്കും. ഇവിടെയും കെട്ടും. ഇങ്ങനെ എന്തൊരു കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടിയാൽ മതി, എന്നാൽ നിൽക്കും. അങ്ങനെ തന്നെ ഇതും. അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ലാഡർ വേണം. ലാഡറും വേണം, ഇങ്ങനെയുള്ള സൗകര്യവും വേണം. എൻ്റെ മത്തം വള്ളി ഉഷാറിൽ വന്ന് എൻ്റെ മത്തം വള്ളി ഒരു ദിവസം എന്തോ പൊട്ടി വീണുപോയി. താഴെ വീണെടുക്കുന്നത് ഞാൻ കണ്ടത്. സങ്കടമായിപ്പോയി. ഇപ്പോൾ 2ാമത് മുളച്ച് വന്നു. അതിലൊക്കെ കോവക്ക വന്നിട്ടോ. അതൊക്കെ കോവക്ക ഉണ്ടായി. ഇത് നോക്കി എൻ്റെ ഇത് അഭിപ്രായം പറയണേ. എൻ്റെ ഈ മഞ്ഞപ്പൂവ് നിറഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഈ തട്ടിലേക്ക് മാറ്റാൻ പോവുക, എന്നാലേ ഞാൻ നേരിട്ട് കാണുള്ളൂ. മഴക്കാലം നല്ലോണം ശ്രദ്ധിക്കണം. ലാഡർമലൊക്കെ കയറുമ്പോൾ എൻ്റെ അമ്മോ ഞാൻ തന്നെ പേടിച്ചോണ്ടാ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ ലാഡർ. ഇനി നിന്നുകൊണ്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ അങ്ങോട്ട് വള്ളിയായി ഇങ്ങനെ പൊയ്ക്കോളൂ. ഇനി ഇതും വള്ളിയായി പോവും. ഇനി ഇതുമാണ് ഇങ്ങനെ യോജിപ്പിക്കുക. ഇതിനുള്ള മണ്ണും പോട്ടി മിക്സും ഇതിനും കിട്ടി. ഇനി ഇങ്ങനെ യോജിച്ച് ഇങ്ങനെ മേലെ കയറിയിട്ട് ഒരു മേലൂടെ അങ്ങ് ഈ കമ്പി നെറ്റ് കെട്ടിയിട്ട് അതിൽ കൂടെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ പാവക്ക കൃഷി എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഇവർക്ക് വള്ളിക്ക് ഇങ്ങനെ ഒടിഞ്ഞു പോവാണ്ട് ശക്തിയായിട്ട് കയറിപ്പോവാൻ ഞാൻ ചാക്ക് നൂല് കൊണ്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ചാക്ക് നൂലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ശക്തിയായിട്ട് പൊയ്ക്കോളും, ഒടിഞ്ഞു പോവൂല. അതിനു വേണ്ടിയുള്ള സൗകര്യമൊക്കെ ചെയ്തതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാ. അത് മേലെ വരെ ഞാൻ ചെയ്യും. ഇതിങ്ങനെ കയറിപ്പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കും. വിജയിക്കുന്നത് എങ്ങനെ നോക്കാം. അടിപൊളിയായി. നല്ല കരുത്തുള്ള തയ്യാട്ടോ. തയ്യല്ല സൂപ്പറാണ്. ഇനി മുതൽ നമ്മളെ നോട്ടം പോലെ നിൽക്കും. ഇതുപോലെ ഞാൻ നിത്യവഴുതന നട്ട് പയർ നട്ട് കയറിപ്പോണേ കണ്ടോ. നിത്യവഴുതന ഉണ്ടായത് നോക്ക്. 1 2 3 4 ഇതെല്ലാം നിത്യവഴുതന പൂവിട്ട് കണ്ടോ. നിത്യവഴുതന പൂവയിലൊക്കെ കയറി പൂവുണ്ടായി. ഉഷാറിലുണ്ടാകുന്നുണ്ട്. പയറാകുന്നേ ഉള്ളൂ. പയർ ഞാൻ നട്ടിട്ടേ ഉള്ളൂ. കണ്ടില്ലേ?
പയറ് നോക്കി ഉണ്ടാകുന്നത് ഞാൻ മൂപ്പ് വെച്ചതാ, ഞാൻ വിത്തെടുക്കാൻ വേണ്ടി വെച്ചതാ. കണ്ടോ ഇനി എനിക്ക് അടുത്ത് നടാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ പറിച്ചു. നമ്മളെ പച്ചക്കറി നടുമ്പോൾ ഓരോന്നോരോ നട്ട് ഞങ്ങളെ കാണിച്ചിരുന്ന കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നട്ട എൻ്റെ ഉരുളക്കിഴങ്ങ് കണ്ടോ, കുറേ തളിരുണ്ടായത് ഉഷാറായി വരുന്നുണ്ട്. ഇതെൻ്റെ മീറ്റർ പയർ, ഇതെൻ്റെ വെള്ളരി, ഇതെൻ്റെ കാബേജ് ആട്ടോ. കാബേജ് കണ്ടില്ലേ, ഇതാ എത്ര കാബേജാ അതുള്ളത്. ഈ കാബേജ് ഒന്നും നമ്മൾ തൈ ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ വിചാരിച്ചാലും തൈ നഴ്സറി പോയാൽ കിട്ടൂല, നമ്മൾ തന്നെ വിചാരിക്കണം കൃഷിക്കാർ. ഇതെൻ്റെ ബ്രക്കോളിന് അതുപോലെ ഉണ്ടായതാ കണ്ടോ. ബ്രക്കോളി ഞാൻ വിളവെടുത്തിട്ട് ആ കുറ്റിമന്ന് മുളച്ച തൈ കൊണ്ടുവന്ന് നട്ടുണ്ടായത്. അത് എൻ്റെ ഇടയിലൂടെ എൻ്റെ ഉള്ളി വരുന്നത്. ഇതെൻ്റെ വഴുതിന നോക്കി, ഇതൊക്കെ എന്ത് ഉഷാറായിന്. ഇവിടെ ഉണ്ട് കേട്ടോ, ഓരോ പ്രായക്കാരാണ് എൻ്റെ കാബേജ്. ഇത് പിന്നെ നട്ടതാ. ഇനി ഞാൻ വേറെ കാണിച്ചു തരാം, കുഞ്ഞ് കാബേജ്. ഇത് ഞാൻ കുറ്റിമന്ന് പറിച്ച് കൊണ്ടുവന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതാ. കുഞ്ഞ് കാബേജ് ഇതാ കണ്ടോ. ഇനിയിപ്പോൾ ഇത് 4-5 എണ്ണം ഉണ്ട്. ഞാൻ പറിച്ച് കാണിച്ചു തരാം വേര് വന്നത്. എനിക്ക് പറിച്ചാൽ ഇപ്പം നടാൻ കഴിയുമോ എന്നുള്ളതാ, നിങ്ങളെ കാണിച്ചിട്ട് ഇതാ കാണിച്ചു തരാം. ഞാൻ അവിടെ തന്നെ അങ്ങ് നട്ടാതി മഴക്കാലം തന്നെ. അല്ല വേര് പിടിച്ചേ കണ്ടോ, വേരുണ്ടായി തയ്യല്ലത്. ഈ തൈ നമുക്ക് ഇനി പോട്ടി മിക്സൊക്കെ നിറച്ചങ്ങ് നട്ട് കൊടുത്താൽ ഒരു ഉണ്ടാവും, അതുപോലെ ഉണ്ടാവും. ഞാൻ ഇതിങ്ങനെ നിങ്ങളോട് ക്ലിയറായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കുറേ പേര് എന്നോട് പറയും എങ്ങനെ ഒരു ഐഡിയ ആർക്കും അറിയില്ലായിരുന്നു, ക്യാബേജ് പറിച്ച് കുറ്റിയോടെ വലിച്ചെറിയലാണ്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടില്ലേ എന്ന് എന്നോട് എത്രയോ ആൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ കൃഷിയോട് താല്പര്യമുള്ളവരാണല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഐഡിയകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയും, 4 ചോദിക്കും അത്ഭുതമായിട്ട്. ഇതിപ്പോൾ 4-5 തൈയായി. ഇനി നാളെ ചിലപ്പോൾ എന്തായിരിക്കും നടുക എനിക്കറിയില്ല, പലതും നടാനുണ്ട്. അപ്പോൾ കണ്ടല്ലോ എൻ്റെ വീഡിയോ, ഞാൻ എങ്ങനെയാണ് നട്ടത്, പന്തലിടാൻ എങ്ങനെയാണ്, അങ്ങനെ നട്ട് കഴിഞ്ഞാലുള്ള ഗുണങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.